ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. എം പത്മവാദ് ഡയറക്റ്റ് ചെയ്ത് ഷാജി മാറാട് ആൻഡ് നീൽ കെ മേനോൻ റൈറ്റ് ചെയ്ത് വരുന്ന പുതിയൊരു പടമാണ് സുഹൃത്തുക്കളെ ഉയർ. റോഷൻ മാത്യു ആണ് മെയിൻലി റോളി വരുന്നത്. ഇത് ആക്ച്വലി ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ ജോർണറിൽ പോകുന്ന ഒരു പടമാണ്. അതായത് കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേഴ്വിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു പ്ലോട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതായത് നല്ല കിടുക്കനൊരു പ്ലോട്ട് ഇവരുടെ കയ്യിലുണ്ട്. ബട്ട് ആ ഒരു പ്ലോട്ടിനെ ഒരു കേസ് അന്വേഷണ രീതിക്കാണ് ഇവർ കൺവേർട്ട് ചെയ്തേക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു കേസ് അന്വേഷണം, ടിപ്പിക്കൽ കേസ് അന്വേഷണ രീതി തന്നെയാണ് പടം പോകുന്നത്. അതായത് ഫസ്റ്റ് ടു ലാസ്റ്റിലത്തെ കുറച്ച് മിനിറ്റിന് മുന്നേ വരെ കംപ്ലീറ്റ്ലി കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഹുക്കിങ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ കണ്ടിരുന്ന ആ ഒരു പടത്തിന്റെ ആ ഒരു ഗ്രാഫിൽ നിന്ന് ചെറിയൊരു അപ്പ് തരുന്ന ഒരു കിടുക്കനൊരു ക്ലൈമാക്സും കാര്യങ്ങളും ഈ പടത്തിനുണ്ട്. ഓവറോൾ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അതിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നല്ല പിടുക്കനായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കുഞ്ഞിലെയോ ഒക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നോട്ടീസ് ചെയ്യുക, ഈ പടം കാണാൻ പോകണോ വേണ്ടായോ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഹോപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നത്. അവരവിടെ സുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും തിരിച്ചു വരും, അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ. അങ്ങനെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടുംബമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് പോകുക. നിങ്ങൾ ഈ പടം കാണണോ വേണ്ടായോ എന്നുള്ളത്. അതൊരു സ്പോയിലർ സാധനമാണ്, ബട്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കംപ്ലീറ്റ്ലി ഇവർ ഈ പറഞ്ഞതുപോലെ ഒരു കേസ് അന്വേഷണമാണ് ഈ പടത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വർക്ക് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് എന്തോ ഒരു എവിടേക്കോ ഉള്ള ഒരു ഇൻബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു കേസ് അന്വേഷണ പടത്തിലേക്ക് വരുന്നത് പോലെ ഈ മെയിൻ താരത്തിന്, അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന നമ്മുടെ നായകന് എന്തെങ്കിലുമൊക്കെ ട്രോമകളും കാര്യങ്ങളും കാണും. ആ ട്രോമയുള്ള നായകനായിരിക്കുമല്ലോ നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്നതും ലാസ്റ്റ് പുള്ളിക്കാരന് ഈ ട്രോമയിൽ നിന്ന് പുള്ളിക്കാരൻ വെളിയിൽ വരുന്നതും. ഇങ്ങനെയൊക്കെയുള്ള സാധനം തന്നെയാണ് ഈ പടം നിന്ന് പിടിച്ചേക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരു കേസ് അന്വേഷണ പടം നിങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. നൈസൊരു പടമാണ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.